ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ കുറവ് യൂസ് ചെയ്യുന്ന അലർജിക്കുള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് അറിയാം, അലർജി വന്ന അലർജിയുടെ ടാബ്ലറ്റ് കഴിക്കുക, മൂക്കിലടിക്കുന്ന സ്പ്രേ എടുക്കുക, ശ്വാസം മുട്ടലുണ്ടെങ്കിൽ ഇൻഹേലർ എടുക്കുക. അതേ സമയത്ത് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് എന്താണ്, ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് അലർജി എന്നുള്ള കാര്യം. ഒരു സാധനം, ഒരു അലർജി ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്വസിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഓവറായിട്ട് നമ്മുടെ പ്രതിരോധ സംവിധാനം റിയാക്ട് ചെയ്യുന്നതിനാണ് അലർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മ്യൂണോതെറാപ്പിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എന്തിനോടാണ് ഇങ്ങനെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുകയും അതിൻ്റെ എതിരെ അല്ല, ആക്ച്വലി അതിനെ നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്യല്ലെന്ന് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിനെ ട്രെയിൻ ചെയ്യുന്നതിനാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി പല രീതിയിൽ നമുക്ക് കൊടുക്കാം. ഒന്നാണ് ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള, അതായത് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. രണ്ടാമത്തെയാണ് സബ്ലിംഗ്വൽ, അതായത് വായിലിടുന്ന ഡ്രോപ്സ്. പിന്നെ ടാബ്ലറ്റ് ഫോമിലും ഉണ്ട്, ഇന്ത്യയിലല്ലെങ്കിലും പുറത്തുണ്ട് നമുക്ക് ഓറലി എടുക്കാൻ പറ്റുന്ന, വായിക്കൂടെ എടുക്കാൻ പറ്റുന്ന ടാബ്ലറ്റ്. അപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങളുടെ അലർജി സ്പെഷ്യലിസ്റ്റ് കണ്ടിട്ട്, നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നുള്ള കാര്യം അലർജി സ്പെഷ്യലിസ്റ്റ് കണ്ടിട്ട് തീരുമാനിക്കും. എന്തെന്ന് വെച്ചാൽ, ഇമ്മ്യൂണോതെറാപ്പി എല്ലാവർക്കും എഫക്റ്റീവ് ആയിരിക്കത്തില്ല. അത് വളരെ സൂട്ടബിളായിട്ടുള്ള രോഗികൾക്ക് കൊടുത്താൽ മാത്രമേ ഇമ്മ്യൂണോതെറാപ്പി എഫക്റ്റീവ് ആകത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്മ്യൂണോതെറാപ്പി ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങളുടെ അലർജി സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് തീരുമാനിക്കുക.